ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 16-ാം തീയതി വ്യാഴാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് കംപ്ലയർ എക്സാമിനേഷന്റെ മാത്സ് ആൻഡ് റീസണിംഗ് ചോദ്യങ്ങളാണ് കേട്ടോ. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 13/125 ദശാംശ രൂപം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 13/125 ദശാംശ രൂപം കാണാൻ ഹരിച്ചാൽ മതി അല്ലേ. അപ്പൊ 13നെ 125 ഹരിച്ചോ, 0.130 എന്ന് കിട്ടി. 125 എത്ര തവണ പോവും? ഒരു തവണ പോവും. അപ്പൊ ഒരു തവണ പോയപ്പോൾ 125 കുറച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 0 ഇറക്കി കൊടുക്കാം. 50 50 125-നേക്കാളും ചെറുതല്ലേ. അപ്പൊ നമുക്ക് ഒരു 0യും കൂടെ ഇറക്കി എഴുതണം. ഒരേ സമയം 2 0 ഇറക്കി എഴുതിയാൽ മുകളിലും നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? 0.10 എന്ന് കിട്ടി. 125 ഗുണം 4 ആണ് 500. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 0.104 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ആൻസർ നോക്കിക്കേ. ആൻസർ ഇവിടെ നമുക്ക് ഏതാ വന്നേക്കുന്ന? ഓപ്ഷൻ ബി ആണ് വന്നേക്കുന്നത്, 0.104. അടുത്ത ചോദ്യം: 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. പലിശ നിരക്ക് എത്ര രൂപയാണ്? 5% ആണ് കേട്ടോ. പിന്നെ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? നിക്ഷേപിച്ച തുക 10,000. അപ്പൊ നമ്മുടെ പി അല്ലെങ്കിൽ നിക്ഷേപിച്ച തുക എത്രയാണ്? 10,000 ആണ്. 2 വർഷം സമയം തന്നിട്ടുണ്ട്, 2 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ കാണാം അല്ലേ. ആദ്യം എന്ത് ചെയ്യണം? പി എഴുതുക. എത്ര രൂപയാണോ നിക്ഷേപിച്ചത്? 10,000 രൂപയാണ് നിക്ഷേപിച്ചത്. ഇൻറ്റു റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? 100നോടൊപ്പം കൂട്ടി വേണം എഴുതാൻ. 5% എന്നല്ല, 105/100 എന്നാണ് എഴുതണ്ടേ. 5% എന്ന് പറഞ്ഞാൽ 5/100 അല്ലേ. പക്ഷെ എപ്പോഴും കൂട്ടുപലിശ കാണുമ്പോൾ 100 ചേർത്ത് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് എന്ത് വന്നു? 105/100 എന്ന് കിട്ടി. ഇനി എത്ര വർഷം? 2 വർഷം. 2 വർഷം ആണെങ്കിൽ ഇതിനെ 2 തവണ എഴുതുക. 105/100. 3 വർഷം ആണെങ്കിലോ 3 തവണ എഴുതുക. അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം കൂടെ വെട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. ദേ, ഈ 2 0യും ഈ 2 0യും പോയി. ഈ 2 0യും ഈ 2 0യും പോയി. ഇനി എന്തേ ബാക്കിയുള്ളൂ? 105 ഗുണം 105. വളരെ എളുപ്പത്തിൽ നമുക്ക് 100നേക്കാളും വലിയ സംഖ്യകളെ എന്ത് ചെയ്യാം? ഗുണിക്കാം. 100നേക്കാളും എത്ര കൂടുതലാണ്? 5 കൂടുതലാണ്. ഇവിടെയോ 100നേക്കാളും എത്ര കൂടുതലാ? 5 കൂടുതലാണ്. ഇനി 5 ഗുണം 5 ചെയ്യുക. 5 ഗുണം 5 എത്രയാണ്? 25 ആണ് അല്ലേ. ചെരിച്ചു കൂട്ടുക. ഇവിടെ പ്ലസ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ചെരിച്ചു കൂട്ടുന്നത്. ഇങ്ങനെയോ ഇങ്ങനെയോ ഏത് രീതിക്ക് ചെരിച്ചു കൂട്ടിയാലും ഒരു പ്രശ്നമല്ല, ആൻസർ സെയിം ആയിരിക്കും. 105ന്റെ കൂടെ 5 കൂട്ടിയാൽ 110. കണ്ടോ? നമ്മുടെ ആൻസർ എത്ര വന്നു? 11,025 രൂപ എന്ന് കിട്ടി. ഈ കിട്ടിയത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല കിട്ടുന്നത്, ആകെയുള്ള തുകയാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ മൊത്തത്തിലുള്ള തുക എത്രയാണ്? 11,025 രൂപ. എത്ര രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്? 10,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്രയായിരിക്കും? ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാ പോരെ. 10,000 കൊണ്ട് ഞാൻ ബാങ്കിൽ ഇട്ടു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 11,025 രൂപ തിരിച്ച് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ പലിശ എത്ര രൂപയാ? 11,000-ൽ നിന്നും 10,000 കുറയ്ക്കുക, 1,025 രൂപയാണ് നമ്മളുടെ പലിശ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തുക കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ തുക എത്രയാ? 11,025. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 11,025, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: ഏത് സംഖ്യയുടെ 75% 15 എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏത് സംഖ്യയുടെ 75% 15? ഏതോ ഒരു സംഖ്യയുടെ 75% 15 ആണ്. സോ x ഇൻറ്റു 75/100 എത്ര കിട്ടണം? 15 എന്ന് കിട്ടണം. വെട്ടാലോ? 25 ഗുണം 3ഉം 25 ഗുണം 4ഉം. ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വില കാണാൻ ഇവരെ അങ്ങോട്ട് വിടുക. 15 ഗുണം 4 ഇങ്ങോട്ട് പോയി, 3 താഴോട്ടും പോയി. അപ്പൊ 15 ഗുണം 4/3 ചെയ്താൽ മതി. 3 ഗുണം 1 3 ഗുണം 5. അപ്പൊ 5 ഗുണം 4 എത്ര വന്നു? 20. കണ്ടോ? അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 20 ആണ്. അപ്പൊ ഓപ്ഷൻ നോക്കാലോ.
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാലോ. അപ്പം നമുക്ക് 2 റേഷ്യോ ആണ് അല്ലേ. 1:2 ഉണ്ട്, പിന്നെന്താണ് 2:3 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ റേഷ്യോനെ എനിക്ക് 1x എന്നും 2x എന്നും വിളിക്കാലോ. ഒന്നാമത്തെ റേഷ്യോയിലെ സംഖ്യകൾ 1x ഉം 2x ഉം ആണ്. ഒന്നാമത്തെ റേഷ്യോയിലെ ചെറിയ കോൺ, ഇവർ തമ്മിൽ ചെറുത് ഏതാ? 1 ചെറുതും 2 വലുതുമാണ്. അതുപോലെ തന്നെയാണ് ചെറിയ കോൺ ഏതായിരിക്കും? 1x ആയിരിക്കും. വലിയ കോൺ ഏതായിരിക്കും? 2x ആയിരിക്കും. ചെറിയ കോണിന്റെ കൂടെ 6 ഡിഗ്രി ഞാൻ കൂട്ടി. അപ്പൊ 6 ഡിഗ്രി ഞാൻ കൂട്ടി. വലിയ കോണിന്റെ കൂടെ ഞാൻ 6 ഡിഗ്രി കുറച്ചു. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ചെറിയ കോണിനോടൊപ്പം 6 ഡിഗ്രി കൂട്ടി, വലിയ കോണിൽ നിന്നും 6 ഡിഗ്രി കുറച്ചു. അപ്പൊ നമുക്ക് പുതിയ റേഷ്യോ കിട്ടി 2:3. ഞാൻ എഴുതാലോ. ചെറിയ കോൺ ഇവിടെ ഏതാണ്? 1x ആണ്. 1xന്റെ കൂടെ ഞാൻ 6 ഡിഗ്രി കൂട്ടി, ഡിവൈഡഡ് ബൈ, നമ്മൾ എപ്പോഴും ഒരു റേഷ്യോയെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം കേട്ടോ. അതായത് 2:3 എന്ന് പറഞ്ഞാൽ 2/3 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫൈൻ. ഇനി അപ്പം ഞാൻ ഈ റേഷ്യോനെ എന്ത് ചെയ്തു? ഫ്രാക്ഷൻ ആക്കി എഴുതുക. അപ്പം 1x + 6 ഡിവൈഡഡ് ബൈ 2x - 6. 2xന്റെ നിന്നും 6 നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. അപ്പം നമുക്ക് പുതിയ അംശബന്ധം കിട്ടി. എത്രയാണ്? 2/3. കണ്ടോ? ഇനി ഇത് ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് ആൻസർ കാണാം. ഈ 3നെ ഇങ്ങോട്ട് വിട്ടു, 2ന്റെ അങ്ങോട്ട് വിടാമല്ലോ. അപ്പൊ ഞാൻ 3നെ ഇങ്ങോട്ട് വിട്ടു. ഈ 2x - 6നെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വിട്ടു. 2x - 6 മുകളിലോട്ടും പോയി, ഈ 3 നേരെ ഇങ്ങോട്ടും പോയി. നീ ഗുണിച്ചോ. 3 × 1 3, 3x എന്ന് കിട്ടി. പ്ലസ് 6 × 3 18, 2 × 2 4, 4x എന്ന് കിട്ടി. മൈനസ് 6 × 2 12 എന്ന് കിട്ടി. നമ്പേഴ്സിനെ ഒരു സൈഡിലേക്ക് ആക്കുക, എക്സിന്റെ നമ്പറിനെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക. 3x അപ്പുറത്തോട്ട് പോയേ. അപ്പോൾ 4x ഇവിടെ പ്ലസ് ആയിരുന്നു, അപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി? മൈനസ് ആയി. 4x - 3x എന്ന് കിട്ടി. ഇനി ഇവിടെ 18 പ്ലസ് ആയിട്ട് കിടപ്പുണ്ട്. ഈ 12 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +12 ആവും കേട്ടോ. -12 ഇപ്പുറത്തോട്ട് വരുമ്പം +12. 8ഉം 2ഉം 10, 1 1 2 2 1 3. കണ്ടോ? എക്സിന്റെ വില എത്ര വന്നു? 30 ഡിഗ്രി എന്ന് കിട്ടി. എക്സിന്റെ വില 30 ഡിഗ്രിയാ. കഴിഞ്ഞില്ല. എക്സിന്റെ വിലയാണ് 30 ഡിഗ്രി. നമ്മുടെ റേഷ്യോ 1:2 ആയിരുന്നേ. എക്സുമായിട്ട് ഗുണിച്ചോ. x × 1. എക്സിന്റെ വാല്യൂ 30. 30 × 1 എത്ര വന്നു? 30. 30 × 2 എത്ര വന്നു? 60. കണ്ടോ? നമ്മൾ ഫസ്റ്റ് നമ്പറിനെ 1x എന്ന് വിളിച്ചു, സെക്കൻഡ് നമ്പറിനെ 2x എന്ന് വിളിച്ചു. എക്സിന്റെ വില കിട്ടി, നേരെ ഗുണിച്ചാൽ മതി ആൻസർ കിട്ടാൻ. 30 ഡിഗ്രിയും 60 ഡിഗ്രി. നമ്മളോട് ചോദിച്ചേക്കുന്ന ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ആദ്യത്തെ കോൺ ഇവിടെ എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി അല്ലേ? നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ, 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു സംഖ്യയുടെ 5 മടങ്ങ്, ഞാൻ അതിനെ എന്ത് വിളിച്ചു? 5x എന്ന് വിളിച്ചു. ഒരു സംഖ്യ x, അതിന്റെ 5 മടങ്ങ് 5x. ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ, ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ അതിനേക്കാളും 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? x + 4 വരും. ശരിയല്ലേ? ഒന്നാമത്തെ സംഖ്യ x ആണെങ്കിൽ അതിന്റെ കൂടെ 4 കൂട്ടുക. അപ്പൊ നമുക്ക് x + 4 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 4 കൂടുതലായ സംഖ്യ ഏതാ? x + 4. ആ സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ, കണ്ടോ? ആദ്യത്തെ സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാളും 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ എക്സിന്റെ വില കാണുക. അത്രയേ ഉള്ളൂ. ചെയ്യാലോ. 5x = 3 × x എത്രയാണ്? 3x പ്ലസ് 3 × 4 12. ഇനി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ. 5xൽ നിന്ന് 3x കുറയ്ക്കണം. ഇവിടെ പ്ലസ് ആ, ഇത് ഇപ്പുറത്ത് വരുമ്പം മൈനസ് ആവും. 5ൽ നിന്ന് 3 പോയാൽ 2. 2x എന്ന് പറയുന്നത് 12ന്റെ സമമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര വന്നു? 6 എന്ന് കിട്ടി. രണ്ടും വെട്ടിപ്പോവും കേട്ടോ. ഈ 2നെ ഇങ്ങോട്ട് വിടുക. 12/2 എത്ര വരും? 6. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്?
6 കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, ഒരു സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. സാമാന്തരികം പാരലോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന, ഓപ്ഷൻസ് നോക്കിക്കേ. വികർണത്തിന്റെ വർഗത്തിന്റെ പകുതി. വികർണം എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗണൽ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പാരലോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ 2 ഡയഗണലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ ഡയഗണലിനെ ഞാൻ D1 എന്നും രണ്ടാമത്തെ ഡയഗണലിനെ ഞാൻ D2 എന്നും വിളിച്ചു. ഈ ഡയഗണലാണ് നമ്മുടെ വികർണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് ഡി ആണ് വരുന്നത്. വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി ആയിരിക്കും. D1 × D2 ചെയ്തിട്ട് പകുതി എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ പരപ്പളവ് കണ്ടുപിടിക്കാൻ 2 വികർണങ്ങളെയും കൂടെ ഗുണിക്കുക, 2ഉമായിട്ട് ഹരിക്കുക. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സാന്തരിക ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് an+b ആയിരിക്കും കേട്ടോ. an+b ഓർത്ത് വെച്ചോണേ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇതിനകത്ത് ഏതാ വരിക, ഓപ്ഷൻ ഡി ആണ് വരിക. an+b ചെയ്യുന്നതായിരിക്കും നമ്മുടെ അർത്ഥമെറ്റിക് പ്രോഗ്രഷന്റെ എന്താണ് ബീജഗണിത രൂപം. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. 9:30 കോണളവ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ, ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് 30h - 11/2 m ചെയ്താൽ മതി. 30 × h ഇവിടെ എത്രയാ, 9 -11/2 × m ഇവിടെ എത്രയാ, 30. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കാണുക. 9 × 3 എത്രയാ, 27. 270 മൈനസ് വെട്ടിപ്പോവല്ലോ, 15 എന്ന് കിട്ടി. 15 × 11 എത്രയാ, ആദ്യം 11ഉമായിട്ട് ഏത് സംഖ്യ ഗുണിക്കണമെങ്കിലും ആദ്യം അവസാനത്തെ സംഖ്യ എഴുതുക. 5 എന്ന് എഴുതി. 5 ഒന്നും കൂടെ കൂട്ടാലോ, 5 1 6. എന്നിട്ട് അവസാനത്തെ നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക. അത്രയേ ഉള്ളൂ, 165. ഇത് രണ്ടും കൂടെ കുറയ്ക്കാലോ. 10 ന്ന് 5 പോയാൽ 5, 6 ന്ന് 6 പോയാൽ 0, 2 ന്ന് 1 പോയാൽ 1. നമ്മുടെ ആൻസർ എത്ര വന്നു, 105 ഡിഗ്രി എന്ന് വന്നു. ഓപ്ഷൻ നോക്കാലോ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ, 105 ഡിഗ്രി. അടുത്ത ചോദ്യം, 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങിച്ചു കേട്ടോ. 200 രൂപയാണ് കിഴിവ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, ഞാനത് വിൽക്കാൻ വെച്ചേക്കുക. ഞാൻ വിൽക്കാൻ വെച്ചിരുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് ഞാൻ വിറ്റത്. കിഴിവ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 1000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ച സാധനം 500 രൂപയ്ക്ക് കൊടുത്തു. അപ്പൊ ഞാൻ പറയാം 500 രൂപ ഞാനൊരു ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ കിഴിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ റേറ്റിനേക്കാളും താത്തിയായിരിക്കും നമ്മൾ വിൽക്കുന്നത്. ഇനി എത്രയാ, 200 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടിന്റെ മുൻപ് ഉണ്ടായിരുന്ന അതിന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാനത് വിൽക്കാൻ വെച്ചത് 100x എന്ന് വിചാരിക്കുക കേട്ടോ. 100x ഞാൻ അതിനെ വിൽക്കാൻ വെച്ചിരുന്നത്. എപ്പോഴും 100ന്റെ കണക്കെടുത്ത് നമുക്ക് ഈ ശതമാനമൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 100ന്റെ കണക്കിൽ പറയുന്നത്. അപ്പൊ 100x എന്ന് എടുത്തു. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, 25% കിഴിവ് കൊടുത്തു. 100ന്റെ 25% എത്രയാ, 25 തന്നെയാ അല്ലെ. അപ്പൊ 100 രൂപയ്ക്കാണ് ഞാൻ വിൽക്കാൻ വെച്ചിരുന്നത്, വിൽക്കാൻ വെച്ച വില കേട്ടോ. ഓക്കെ, അപ്പൊ വിൽക്കാൻ വെച്ച വില 100x ആയിരുന്നു. ഇനി ഞാൻ എത്ര രൂപയ്ക്ക് കൊടുത്തു, 25% ഡിസ്കൗണ്ട് അനുവദിച്ചാണ് വിറ്റത്. അപ്പൊ 100xന്റെ 25% 25x തന്നെയായിരിക്കും. 100xന്റെ 50% 50x തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ 25x ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു കേട്ടോ. ഡിസ്കൗണ്ട് കൊടുത്തു 25x. അപ്പൊ 25x ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 100ൽ നിന്ന് 25 കുറച്ചാൽ എത്രയാ, 75. 75x ഞാൻ അതിനെ വിറ്റത്. മനസ്സിലായോ? 100x വിൽക്കേണ്ട സാധനത്തിന് 25x ഡിസ്കൗണ്ടും അനുവദിച്ച് 75x ഞാൻ അതിനെ ശരിക്കും വിറ്റത്. ഇനി ഈ 25x എന്ന് പറയുന്നത് എന്തിന് തുല്യവാ, 200ന് തുല്യമല്ലേ. ഞാൻ അനുവദിച്ച ഡിസ്കൗണ്ട് എത്ര രൂപയാ, 200 രൂപയാണ് ഞാനിവിടെ ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പൊ 25x അല്ലേ ഞാനൊരു ഡിസ്കൗണ്ട് എനിക്ക് കിട്ടിയത്. അത് എന്തിന് തുല്യമാണ്, 200 രൂപയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എനിക്ക് കണ്ടുപിടിക്കാൻ മേലേ, 200നെ 25ഉമായിട്ട് ഹരിച്ചാൽ പോരെ. ഹരിക്കാലോ. 25 × 4 100 അപ്പൊ 25 × 8 200. എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി, 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 100x എന്തായിരിക്കും, 100 × 8
800 രൂപ. അപ്പം ഞാൻ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചത്? 800 രൂപയ്ക്ക്. പക്ഷെ ഞാൻ 800 രൂപയിൽ 200 രൂപ കുറച്ചിട്ട് 600 രൂപയ്ക്കാണ് ആ സാധനം വിറ്റത്. അപ്പം ചോദ്യം ക്ലിയർ ആയില്ലേ? നമ്മുടെ ആൻസർ എത്രയാണ്? 800 രൂപയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? M1 D1 = M2 D2. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ? നോക്കിക്കേ, 15 തൊഴിലാളികൾ എത്ര 48 മണിക്കൂർ കൊണ്ട്, ഓക്കെ, 15 തൊഴിലാളികൾ 48 മണിക്കൂർ കൊണ്ട് ഒരു മതിൽ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ 30 മണിക്കൂർ കൊണ്ട് എത്ര ആളുകൾ ആ ജോലി ചെയ്ത് തീർക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിളായ ചോദ്യമാണ്. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്, മതിലുണ്ടാക്കുക. ഒരേപോലത്തെ മതിലാണ് രണ്ടുപേരും ഉണ്ടാക്കുന്നത്. അപ്പം 15 പേർക്ക് 48 മണിക്കൂർ ജോലി ചെയ്യേണ്ട വന്നു. അങ്ങനെയാണെങ്കിൽ 30 മണിക്കൂർ കൊണ്ട് എത്ര ആളുകൾ ഈ ജോലി ചെയ്ത് തീർക്കും? അപ്പം എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വില കാണാൻ 15 × 48 ഡിവൈഡഡ് ബൈ ഈ 30നെ താഴോട്ട് വിടുക, ഹരിച്ചാൽ മതി, ആൻസർ കിട്ടും. 15 × 1 15 × 2, വീണ്ടും വെട്ടാലോ, 2 × 1 2 × 24. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 24 എന്ന് വന്നു. കണ്ടോ? അപ്പൊ ആൻസർ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ, 24. ഫൈൻ. ഇപ്പോൾ ഉള്ള 10 ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ് പോലെ വന്ന 1-2 ചോദ്യം മാത്രമേ കുഞ്ഞുങ്ങളെ ഒന്ന് കുഴപ്പിച്ച് കാണുള്ളൂ. നമ്മുടെ സമാന്തര ശ്രേണിയുടെ ആൽജിബ്രിക് ഇക്വേഷൻ എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ പാരലോഗ്രത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, അങ്ങനെ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം ആയതുകൊണ്ട് കൺഫ്യൂസിങ് ആയിരുന്നിരിക്കാം. ബാക്കിയുള്ള ചോദ്യമെല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്ത് ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും നിങ്ങളുടെ സ്കോറും ഒക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.